വർഷം +2 ഫിസിക്സ് സേ എക്സാമോ ഇംപ്രൂവ്മെന്റ് എക്സാമോ എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ള വീഡിയോ ആണിത്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഈ കാറ്റഗറിയിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും രക്ഷപ്പെടട്ടെ. മക്കളെ, ഈ വരുന്ന ഫിസിക്സിന്റെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം സാറ് പാസ്സാക്കി തരാം. സാറ് പറയുന്ന ചില പോയിന്റ്സ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. ആ പോയിന്റ്സിൽ ചില നിയമങ്ങൾ ഞാൻ പറയും, ആ നിയമം നിങ്ങൾ പാലിച്ചാൽ ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള കാര്യം എനിക്ക് അത്രക്ക് ഉറപ്പുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ, ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിലെ ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പൊളിച്ച് തിരുത്തി എഴുതണം. അതിലൊന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ പോയിന്റ് നമ്പർ 1, നമുക്ക് ഫിസിക്സിൽ ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ തന്നെയോ നിങ്ങളെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടോ, ഇനി ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ, ഇനി നിങ്ങൾ GPT-യോടും ജെമിനിയോടൊക്കെ ചോദിച്ചിട്ട് ഈസി, മീഡിയം, ഹാർഡ് എന്ന രീതിയിലൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഹാർഡാണെന്ന് നിങ്ങൾ ഇന്ന് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, റേ ഒപ്റ്റിക്സ് ഹാർഡാണെന്ന് നിങ്ങൾ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത്തരം നിങ്ങളുടെ മനസ്സിലുള്ള സംഭവങ്ങൾ നിങ്ങൾ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് തിരുത്തി എഴുതണം, പൊളിച്ചെഴുതണം. എങ്ങനെ അറിയോ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാമിന് വേണ്ടി ഈസി, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചേക്കാം, ഈ ചാപ്റ്റേഴ്സ് പഠിക്കണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് നിങ്ങൾ എത്തും. എന്നിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും, നിങ്ങൾ ഇത് അനുഭവിച്ചതാണ്. +1ലും +2ലും റിസൾട്ട് വന്നപ്പം നിങ്ങൾ വിചാരിച്ച മാർക്കിലേക്ക് ഫിസിക്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +1 +2 കേസിൽ 14 ചാപ്റ്റേഴ്സ് വീതമാണുള്ളത്. നമുക്ക് +2ന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ അതിൽ തന്നെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഉണ്ട്, മീഡിയം വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഉണ്ട്, ലോ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഉണ്ട്. സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ഈസിന്നോ അല്ലെങ്കിൽ മീഡിയമെന്നോ ഹാർഡെന്നോ കാറ്റഗറൈസ് ചെയ്ത ചാപ്റ്റർ ചിലപ്പോൾ ഹൈ വെയിറ്റേജ് ആയിരിക്കും, ചിലപ്പോൾ മീഡിയം ആയിരിക്കും, ചിലപ്പോൾ ലോ വെയിറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ടാർഗറ്റ് ചെയ്ത് പഠിക്കരുത്. ചില കുട്ടികൾ എന്ത് ചെയ്യും, ഹൈ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചേക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് ലോ വെയിറ്റേജുള്ള ചില ചാപ്റ്റേഴ്സ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ, സെമി കണ്ടക്ടറോ അല്ലെങ്കിൽ ആറ്റംസോ ന്യൂക്ലിയർ പോലെ വളരെ ലോ വെയിറ്റ് ഉള്ള ചാപ്റ്റേഴ്സ് മേ ബി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വെക്കാം. അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ ലോ വെയിറ്റേജ് ആണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ ആക്ച്വലി എന്താണ്, ഈസി കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ എങ്ങനെ വേണം, സാറ് പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈസി, മീഡിയം, ഹാർഡ് എന്നോ അല്ലെങ്കിൽ ഹൈ, മീഡിയം, ലോ എന്നൊന്നും പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യേണ്ടതാണോ? അപ്പോൾ ഞങ്ങൾ എങ്ങനെ പഠിക്കണം എന്നല്ലേ നിങ്ങളുടെ സംശയം. അപ്പോൾ അത് കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരു കിടിലൻ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഇതേപോലെ ഹൈയും ഈസി അല്ലെങ്കിൽ ആവറേജ്, ഹൈ എന്ന് പറഞ്ഞാൽ ഹൈ വെയിറ്റേജ് ഉള്ള, ഈസിയോ ഓർ ആവറേജ് ഡിഫിക്കൽട്ടി ഉള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആ കാറ്റഗറിയിൽ പെടുന്നതാണ് ഇത്. അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ പാഠം ഹൈ വെയിറ്റേജ് ആണ്, വളരെ ഈസി ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ ഈസി ചാപ്റ്റർ ആണ്, ഹൈ വെയിറ്റേജ് ആണ്. റേ ഒപ്റ്റിക്സ് വളരെ ഹൈ വെയിറ്റേജ് ആണ്, എന്നാൽ അത്ര ഈസി എന്ന് പറയുന്നില്ല, പക്ഷെ അത്ര ഹാർഡും അല്ല, ഒരു ആവറേജ് പാഠമാണ്. ഇതേപോലെ ചില കാറ്റഗറീസ് ഉണ്ട്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഹൈ വെയിറ്റേജ് ചാപ്റ്ററും കവറാവും, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സും അതിൻ്റെ കൂടെ കവറാവും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പാസ് മാർക്കിനുള്ളതോ ഓർ നിങ്ങൾ എത്രയാണോ പ്ലാൻ ചെയ്യുന്ന ആ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രയോറിറ്റി ഓർഡർ ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ സേ എക്സാം കമ്മ്യൂണിറ്റിയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ വെക്കുന്നുണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളൊരു പോയിന്റ്, PYQ മാത്രം പോരാ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതെന്താ സാർ അങ്ങനെ പറയുന്നത്, എല്ലാവരും PYQ മതി എന്നല്ല പറയാറ്. ഞാൻ അവിടെ ഉപയോഗിച്ച വാക്ക് എന്താണ്, മാത്രം പോരാ എന്നാണ്. അതായത് എന്താണ്, നിങ്ങൾ പല കുട്ടികളും ചെയ്യുന്ന കാര്യം, നിങ്ങളത് ഉണ്ടായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് നിങ്ങളത് പറഞ്ഞു തരണം. അതായത് +1 +2 സമയത്ത് നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ഈ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്നത്. സത്യമാണ്. അന്നും നിങ്ങൾ ചെയ്ത കാര്യം എന്തായിരുന്നു, എഡ്യൂപോർട്ടോ ഇനി മറ്റ് പ്ലാറ്റ്ഫോമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡുകളിലോ മാത്രമുള്ള വളരെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, എഡ്യൂപോർട്ടിൽ ഞാൻ തന്നെ എന്ത് ചെയ്യും, എക്സാമിന്റെ തലേന്ന് ഓർ അതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു 10 ചോദ്യം 20 ചോദ്യം എന്ന് പറഞ്ഞ രീതിയിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ചോദ്യങ്ങൾ മാത്രം പഠിക്കും, അല്ലെങ്കിൽ കുറച്ച് PYQs മാത്രം പഠിക്കും. ഈ മാത്രം പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആക്ച്വലി കുഴിയിൽ ചാടിച്ചത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഫിസിക്സിൽ നിങ്ങൾ PYQs മാത്രം കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ആവാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഫിസിക്സിലെ ചോദ്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യും. യെസ്, PYQയുടെ ടോപ്പിക്സ് റിപ്പീറ്റ് ചെയ്യും, എന്നാൽ ചോദ്യം അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നത് പലപ്പോഴും കുറവാണ്. അതായത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല കഴിഞ്ഞ വർഷം ചോദിച്ച അതേ ടോപ്പിക് തന്നെയാണ് ഈ വർഷം ചോദിച്ചിട്ടുള്ളതെന്ന്. പക്ഷെ അത് വേറെ രീതിയിലായിരിക്കും. കഴിഞ്ഞ വർഷം ഒരു രീതിയിൽ ചോദിച്ചത് അത് പുത്തൻ ഉടുപ്പിട്ട് വേറെ രൂപത്തിലായിരിക്കും മേ ബി ഈ വർഷം ചോദിക്കുക. അത് തിരിച്ചറിയാൻ പല കുട്ടികൾക്കും സാധിക്കാറില്ല. അതുകൊണ്ടാണ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന സമയത്ത് പല കുട്ടികളും അയ്യടാ ഇതായിരുന്നു ചോദ്യം എന്ന് പറഞ്ഞ ഫീലിങ്ങിലോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞതിനോട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും താഴെ നിങ്ങൾ എന്നോട് എന്ത് ചെയ്യണം, അഗ്രി ചെയ്യണം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ PYQs മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ പ്രത്യേകം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുമ്പോൾ തീർത്തങ്ങ് പഠിച്ചേക്കാം. ഒരു ചാപ്റ്ററിൻ്റെ ഒരു 90-95% എത്തുന്ന രീതിയിൽ നിങ്ങൾ അങ്ങ് പഠിച്ചേക്കാം. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റൂ. ഇനി മറ്റു നിങ്ങളോട് അടുത്ത ഒരു പറയാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ റിവിഷൻ നിങ്ങൾ ചെയ്യണം തീർച്ചയായും. പക്ഷെ നിങ്ങൾ പല ആൾക്കാരും റിവിഷൻ ചെയ്യുക എപ്പോഴാണ്, നാളെ എക്സാം ആണെങ്കിൽ ഇന്നലെ, അതായത് നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് നൈറ്റോ ഓർ നാളെ എക്സാമിന്റെ തൊട്ട് മുമ്പ് രാവിലെയാണ് പലരും റിവൈസ് ചെയ്യുക. ചില കുട്ടികൾ അന്നാണ് ആദ്യമായിട്ട് പഠിക്കുക, അവരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഒരു കാരണവശാലും നാളെ എക്സാം ആണെങ്കിൽ ഇന്നോ നാളെ രാവിലെയോ റിവൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഫിസിക്സിൽ നിങ്ങൾക്ക് വർക്കാകില്ല. കാരണം ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയത് എന്നതുകൊണ്ട് തന്നെയാണ് കാരണം. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു ചാപ്റ്റർ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു റിവിഷൻ നിങ്ങൾ നടത്തിയിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 7 ദിവസത്തിനുള്ളിൽ അതിൻ്റെ മറ്റൊരു റിവിഷൻ, രണ്ടാമത്തെ റിവിഷനും നടത്തിയിരിക്കണം. അതായത് ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചാപ്റ്റർ എന്ന് പഠിച്ചു എന്ന് ഓർത്ത് വെച്ചോ എഴുതി വെച്ചോ ഒരു 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ നിർബന്ധമായും ആ ചാപ്റ്റർ അതിൻ്റെ നമ്മൾ പഠിച്ചതിൻ്റെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഒരു തവണ കൂടി റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് മറക്കില്ല. നിങ്ങൾ പറയാറുണ്ട് പഠിച്ചത് മറന്നു പോകാറുണ്ട്, എക്സാം എഴുതാൻ പറ്റാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. സോ റിവൈസ് അറ്റ്ലീസ്റ്റ് 2 ടൈംസ്. ഇത് ഫിസിക്സിന്റെ കേസിൽ ഇങ്ങനെയാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ പൊളിക്കും. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റോട് കണക്ട് ചെയ്ത് സയന്റിഫിക്കലി ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു സാധനമാണ്. അതായത് നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് പഠിക്കുക. ഒരു കാരണവശാലും ഒരു ദിവസം 5 ചാപ്റ്റർ നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. അങ്ങനെ 5 ചാപ്റ്റർ പ്ലാൻ ചെയ്തോ നിങ്ങളുടെ ആ പ്ലാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആലോചിച്ച് നോക്ക്. ഒരിക്കലും ഒരു ദിവസം 3, 4, 5 ചാപ്റ്ററൊക്കെ ഒന്നും പോകണ്ട. വെറും 2 ചാപ്റ്ററൊക്കെ വെച്ച് പോയാൽ മതി. നിങ്ങൾക്ക് 2, 3 സബ്ജക്റ്റ് സേ എക്സാം എഴുതാനുണ്ടെങ്കിൽ പോലും നോ പ്രോബ്ലംസ്. ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ചിട്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിച്ചാലും ഓക്കെയാണ്. അത്രയ്ക്ക് സ്ലോ ആയിട്ട് പഠിച്ചാൽ മതി. അല്ലാതെ ദിവസങ്ങളില്ല എന്നൊന്നും വെച്ച് പാനിക്കായിട്ട് 4-5 ചാപ്റ്റേഴ്സ് ഒരു ദിവസം പഠിക്കാൻ പോകരുത്. നിങ്ങൾ മൊത്തം പരിപാടി പൊട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2 അല്ലെങ്കിൽ 3 ചാപ്റ്റേഴ്സ് 1, 2, 3 ചിലപ്പോൾ ചില ദിവസം വലിയ പാടാണ്, ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. ഒരു ദിവസം ചാപ്റ്റർ പഠിക്കുന്നു, അതിന് ചിലപ്പോൾ ആ ഒരു ദിവസമോ 2 ദിവസം എടുത്തിട്ടാണ് 2 ചാപ്റ്റർ പഠിക്കുന്നത്, നോ പ്രോബ്ലം. ചിലപ്പോൾ 1, 2, 3 ദിവസം എടുത്തിട്ടായിരിക്കും ഒരു ചാപ്റ്റർ പഠിക്കുന്നത്, നോ പ്രോബ്ലം. അതിനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആ സമയത്തുണ്ടാകുന്ന ഡൗട്ടുകൾ നിങ്ങൾ ക്ലിയർ ചെയ്യണം. സ്വാഭാവികമായിട്ട് ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് നമുക്ക് ഡൗട്ട്സ് വരിക. നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്ററിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാവില്ല. എന്നാൽ പഠിക്കുമ്പോൾ ചില പ്രോബ്ലംസ് ചെയ്യാൻ അറിയില്ല, ചില തിയറീസ് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഡൗട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു വെക്കുക. അപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നു, അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഡൗട്ട്സ് വരുന്ന സമയത്തോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു, ഓടിച്ചു പഠിക്കുന്നു. അപ്പോൾ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഐഡിയയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. എഡ്യൂപോർട്ടിൻ്റെ ഞങ്ങൾ സേ ടു സക്സസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ നമ്മൾ ഇതേ ലോജിക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിലെങ്ങനെയാണ് സംഭവിക്കാന്ന് ചോദിച്ചാൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് മാർച്ച് 3 നിങ്ങളോട് പറയുകയാണ്, മാർച്ച് 3 ഒരു എക്സാമ്പിൾ പറയുകയാണെ, അന്ന് ഫിസിക്സിൻ്റെ 4ാമത്തെയും 5ാമത്തെ ചാപ്റ്ററിൻ്റെയും ലൈവ് ഉണ്ട് എന്ന് പറയുകയാണ്. ലൈവിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്, അതേപോലെ ഡൗട്ട്സും ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ പറയുകയാണ് മാർച്ച് 3 ഫിസിക്സിൻ്റെ 4ാമത്തെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും നിങ്ങൾ മാർച്ച് 1 2 നിങ്ങൾക്ക് വേറെ ലൈവ് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. ആ 2 ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഡ്യൂപോർട്ട് ആപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ 4ാമത്തെ 5ാമത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിന് നോട്ട്സ് ഉണ്ടാവും, അതിൻ്റെ
പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ 1-ാം തീയതി 2-ാം തീയതി 4-ാമത്തെ 5-ാം ചാപ്റ്റർ പ്രോപ്പറായി നിങ്ങൾ ഒരു തവണ റെക്കോർഡ് ക്ലാസ് കണ്ട് അതിൻ്റെ നോട്ട്സ് വായിച്ച് അതിൻ്റെ PDFs ഒക്കെ നോക്കിയിട്ട് വന്നിട്ട് മാർച്ച് 3-ന് ഈ ലൈവിലോട്ട് വരുന്നു. ലൈവിൽ ഫാക്കൽറ്റി ക്വിക്ക് റിവിഷൻ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിലാണ് ബാച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെറും 999 ഒരു സബ്ജക്റ്റിന് ചിലവാക്കേണ്ടതുള്ളൂ. താഴെ ലിങ്ക് ഉണ്ടാവും, നമ്മുടെ ഷോപ്പിൽ ലിങ്ക് ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെബ്സൈറ്റിലോട്ട് പോകും. അവിടെ നിങ്ങളെ പേര് കൊടുക്കുക, നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റേർഡ് നമ്പർ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് എഡ്യൂപോർട്ട് ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന നമ്പർ കൊടുക്കുക. OTP വരുന്ന നമ്പർ ആയിരിക്കണം, വർക്കിംഗ് നമ്പർ ആയിരിക്കണം. ശേഷം നിങ്ങൾ സയൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ചെയ്തിട്ട് അത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും 999 ആണ്. ശേഷം സാധാരണ ഗൂഗിൾ പേയോ കാർഡോ ഉപയോഗിച്ച് നമുക്ക് സാധാരണ പോലെ നോർമലായിട്ട് പേ ചെയ്താൽ 1 അവറിനുള്ള എഡ്യൂപോർട്ട് ആപ്പ് അൺലോക്ക് ആവുന്നതായിരിക്കും. ആൻഡ് നിങ്ങളുടെ മെൻറ്ററൊക്കെ ഒരു 24 അവറിനുള്ളിൽ കണക്ട് ചെയ്യും. ഈ ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി, PDF വായിച്ചാൽ മാത്രം പോരാ. പല കുട്ടികളും ഇപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. പല വെബ്സൈറ്റുകളിൽ നിന്നും പല ഇൻസ്റ്റഗ്രാം ചാനലിലൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ PDF കിട്ടും. ആ PDF തന്നെ വായിച്ചു നോക്കി പോകുന്നു. മക്കളെ, ആ PDF വായിച്ചാൽ മാത്രം പോരാ. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മാത്രം പോരാ. PDF നല്ലതാണ്, ആ PDFിലൊക്കെ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ആ PDF മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. ദയവ് ചെയ്ത് അതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കാണുക, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക. ആൻഡ് അതിൻ്റെ കൂടെ അതിന് ഹെൽപ്പിംഗ് ആയിട്ട് മാത്രം ഇത്തരം PDFകൾ ഉപയോഗിക്കുക. ഒരു കാരണവശാലും ഈ PDF മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വലിയൊരു മാർക്കിലേക്ക് എത്തും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ എല്ലാം കൂടി എഫക്റ്റ് ആയിട്ടായിരിക്കും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള നിങ്ങളെ കഴിവ് വരിക. സോ എല്ലാവർക്കും നല്ല രീതിയിൽ ഫിസിക്സ് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഫുൾ സപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. സോ നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതി എല്ലാവർക്കും ഫിസിക്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കിലോട്ട് എത്താൻ പറ്റുമെന്ന് ഞാൻ ആശംസിക്കുകയാണ്.